മോണിറ്റൈസേഷനായി ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. പനിയൊക്കെയാണ്, പനിയുടെ ഒരു ക്ഷീണത്തിലാണ്. പനിക്ക് വേണ്ടിയിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി പനി തുടങ്ങിയിട്ട്. ഗുളികയൊക്കെ കഴിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഈ പനിക്കിടയിൽ വന്ന ക്ഷീണത്തിലും ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. മോണിറ്റൈസേഷൻ അപ്പോൾ ആ സന്തോഷ വാർത്ത എല്ലാവരോടും അറിയിക്കുകയാണ്. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സാണ് ആ ഒരു മോണിറ്റൈസേഷൻ്റെ ഒരു ചവിട്ടുപടിയിലേക്ക് എന്നെ കടത്തി കൊണ്ടുവന്നത് ഈ കൊച്ചു ചാനലിന്. അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹം. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം എനിക്കറിയില്ലായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മോണിറ്റൈസേഷനായി ചാനൽ, മോണിറ്റൈസായി എന്നൊക്കെ. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ പോയി മോണിറ്റൈസേഷൻ മീനിങ് മലയാളം എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്തു. അപ്പം അതിൽ അടിച്ചു കൊടുത്തപ്പോൾ വന്നത് എന്താണെന്നറിയോ? ധനസമ്പാദനം എന്നാണ് വന്നത്. ധനസമ്പാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തുരുതുരാന്ന് വന്നു എന്നല്ല കേട്ടാ. ആ പൈസ കിട്ടാനുള്ള പരിപാടിയുടെ ആദ്യത്തെ ചവിട്ടുപടി കയറിയിരിക്കുന്നു. ആ വാതിൽ നമുക്ക് മുമ്പിൽ പതുക്കെ ഒന്ന് തുറന്നിരിക്കുന്നു. അതാണ് ഈ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും വേണം, 4000 വാച്ച് അവറും വേണം. അത് ലോങ് വീഡിയോക്ക് നമുക്ക് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നതുകൊണ്ടാണ് ഈ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ആ സന്തോഷത്തിലാണ് നമ്മൾ. അപ്പോൾ അത് ആവാനായിട്ട് ഒരുപാട് നാളെടുത്തിട്ടാ. നമ്മുടെ ചാനൽ അത്ര വലിയ ചാനലൊന്നുമല്ല, വലിയ സംഭവ ചാനലൊന്നുമല്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനലിൽ വ്യൂസ് ഒന്നും തീരെ കുറവാണ്. ചില നേരത്തൊന്നും ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല. എൻ്റെ പൊന്നോ, വ്യൂസ് ഇല്ലാണ്ട് നമ്മുടെ ചാനലിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടുകഴിയുമ്പോൾ ഇങ്ങനെ കിടക്കും ചത്ത പോലെ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മുടെ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരുന്ന് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന് അപ്പം ഇങ്ങനെ പതുക്കെ കിട്ടിയ കുറച്ച് വ്യൂസുകളൊക്കെ ഇങ്ങനെ കൂട്ടി യൂട്യൂബ് അടക്കി നമുക്ക് തന്ന് മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു. അപ്പം എല്ലാവരോടും സ്നേഹം, നന്ദി. അപ്പം ഈ മോണിറ്റൈസേഷൻ ആയി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അറിവ് എല്ലാവരോടും പങ്കുവയ്ക്കുകയാണ്. ഈ മോണിറ്റൈസേഷൻ ആയി എന്ന് പറയുമ്പോൾ അത് സന്തോഷമായില്ലേ? അപ്പം യൂട്യൂബ് തുടങ്ങാനിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാ എന്നൊന്നും നോക്കണ്ട. അങ്ങട് തുടങ്ങിക്കോ. അടിപൊളിയായിട്ട് തുടങ്ങിക്കോ. അതിന് വലിയ ക്യാമറ വേണം, വലിയ ലാപ്ടോപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ സാധാരണ മൊബൈൽ മാത്രം മതി. മൊബൈലിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, മൊബൈലിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. അപ്പം നമ്മുടെ മനസ്സിലായത് അതിനു മുമ്പ് ആദ്യം ഒരു കണ്ടൻറ്റ് വേണം. എന്തിനെക്കുറിച്ചാണ് ചാനൽ ചെയ്യുന്നത്, ഏത് ടൈപ്പായിട്ടുള്ള ചാനൽ വേണം എന്നൊക്കെ ഒരു ഐഡിയ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ട് മുന്നോട്ട് പോകാം. പിന്നെ ഒരുപാട് യൂട്യൂബ് ടിപ്സ് പറഞ്ഞു തരുന്ന ഒരുപാട് ചാനലുകളുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ പരിശോധിക്കാം. അവർ പറഞ്ഞിരുന്ന ഓരോ ടിപ്സുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് പതുക്കെ മുന്നോട്ട് കയറിപ്പോകും. എല്ലാ യൂട്യൂബർമാരും ഇതേപോലെ പതുക്കെ താഴത്തെ തട്ടിന്ന് ഇങ്ങനെ പതുക്കെ ചവിട്ടി കയറിയാണ് വന്നത്. അപ്പം നമുക്കും അതുപോലെ വരാൻ സാധിക്കും. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ചവിട്ടുപടിയിലേക്ക് കയറാൻ സാധിക്കും. അപ്പം ഇച്ചിരി ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് ആരും കാണൂല, പെട്ടെന്ന് റീച്ച് ആവൂല, അങ്ങനെ ഉണ്ടാവും. ചിലർ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ഭൂകമ്പം പോലെ അങ്ങോട്ട് പൊട്ടിച്ചിതറി എല്ലാവരും കണ്ട് വൈറലാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതും ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം നമ്മൾ കൃത്യമായ രീതിയിൽ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം, അടിപൊളിയാക്കാം, സൂപ്പറാക്കാം, സെറ്റപ്പാക്കാം. അപ്പം നമ്മുടെ ചാനൽ വളരും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാം. നമ്മുടെ കണ്ടൻറ്റ് അതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നല്ല രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് മൊബൈലിൽ തന്നെ എടുത്താൽ മതി. എടുത്തിട്ട് എപ്പോഴൊക്കെയാണോ നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്നോ അതിനനുസരിച്ച്, അതായത് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. അപ്പം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പം കാഴ്ചക്കാരിങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ അങ്ങോട്ട് വളരും. വലിയൊരു വടവൃക്ഷം പോലെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കും. അപ്പം അത് നമ്മൾ ചെയ്യണം. എനിക്കങ്ങനെ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാറില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് വ്യൂസ് കുറവ്. എങ്കിലും വ്യൂസ് ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, കൂടിയിരിക്കാം. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. നമ്മളൊരു ഒരു സിനിമ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു, അത് നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നു.
അപ്പോൾ അവർ സ്വീകരിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ പോട്ടെ, ഇഷ്ടപ്പെടുന്നത് വിജയിക്കും, അങ്ങനെ കണ്ടാൽ മതി. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് ചവിട്ടുപടികളായിട്ട് കയറി വരണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കമൻസുകൾ, അതായത് നെഗറ്റീവ് കമൻസുകളൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വരുമായിരിക്കും. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു, അപ്പോൾ 1-2 വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണാനില്ല. അപ്പോൾ മറ്റുള്ള പലരും, ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പോലും ചിലരൊക്കെ പറയുമായിരിക്കും ഇങ്ങനെ, അവൻ വെറുതെ അവന് ഓരോരോ വട്ട്, അല്ലാണ്ട് എന്താ പറയുക, ചുമ്മാ ഓരോരോ പ്രാന്തൊക്കെ കാണിക്കണം, അവന് നാണാവൂലേ ഈ വക വേഷം കെട്ടൊക്കെ കാണിക്കും, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ എന്ത് തരത്തിലുള്ള കണ്ടന്റ് ആണോ ചെയ്യുന്നത് ആ കണ്ടന്റിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാം. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്തേക്ക് ഒരു പറവയെപ്പോലെ ഇങ്ങനെ പറന്നടത്തേക്ക് വരും, നമ്മുടെ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പം അങ്ങനെ അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് അവർ പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞ് ഇടുന്നതാണ്. അത് നമ്മളത് സ്വീകരിക്കണമെന്നൊന്നുമില്ല. അവർ പറയുന്നു, അവരെ സ്വാതന്ത്ര്യം പറഞ്ഞോട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പം നമ്മളത് നല്ല മൈൻഡിൽ ഇങ്ങനെ എടുക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ഇഷ്ടത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്ത് വളർന്ന് പന്തലിച്ച് പടർന്ന് വലിയ ആകാശം മുട്ടെ ഉയരാൻ നമുക്ക് പറ്റും. പിന്നെ ഒരുപാട് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ലോകം നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കും. എന്നിട്ട് നമ്മുടെ ഈ കൈകളിൽ ചേർത്ത് പിടിച്ചിട്ട് സ്നേഹത്തോടു കൂടി നമ്മളെയും കൊണ്ട് ഇങ്ങനെ ഓടും. യൂട്യൂബിൻ്റെ വളർച്ചയിൽ നമ്മളെ മുന്നിലെത്തിക്കാൻ വേണ്ടി ലോകം നമുക്കൊപ്പം കൂടും. അപ്പോൾ ആ ഒരു ഓട്ടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. കയറി വാ, ഉയർന്നു വാ, ചാടി വാ, ഓടി വാ എന്നും പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ടൊരു പ്രചോദനമാണ്. കാരണം ഒരുപാട് യൂട്യൂബർമാർ യൂട്യൂബിൽ വിജയിച്ച കഥകൾ നിരവധിയുണ്ട്. പിന്നെ പെട്ടെന്ന് ചിലരൊക്കെ നിർത്തി പോകുമായിരിക്കാം. കാരണം ഇതേപോലുള്ള ജോലി സാഹചര്യം, വീട്ടിലെ അവസ്ഥ, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളായി വീഡിയോ എടുക്കാൻ പറ്റാതെ വരിക, വ്യൂസ് ഇല്ലാത്തതിൻ്റെ മുഷിപ്പ്, അങ്ങനെ ഓരോ കാരണങ്ങളായിട്ട് ചിലരൊക്കെ നിർത്തി പോകും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ഇതിൽ വരുമ്പോൾ യൂട്യൂബിൽ കൃത്യമായ രീതിയിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു കാഴ്ചക്കാർ കൂടുതൽ കിട്ടും. പക്ഷെ നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ചുമ്മാ ഒരു ചാനൽ മാത്രം തുടങ്ങിയെന്ന് വെച്ചോ, നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു വളർച്ച ഉണ്ടാവുമോ? ഇല്ല. അതിൽ വീഡിയോസ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് വളർച്ച കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരുടെ പുറകെ നടന്നും എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്, സുഹൃത്തെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതെ എൻ്റെ ഒരു ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചേട്ടാ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഒന്ന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരടുത്തൊന്ന് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കാതിരിക്കുക. അതൊരു മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നവരൊക്കെ നമ്മളോടുള്ള അടുപ്പം കൊണ്ടോ സ്നേഹം കൊണ്ടോ അപ്പം ചെയ്യുമായിരിക്കും. പക്ഷെ 1-2 വീഡിയോസ് അവർ കാണുമായിരിക്കും. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസോ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന കണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ നമ്മൾ ആഗ്രഹിച്ച് ഇങ്ങനെ തേടിപ്പിടിച്ചെടുത്ത ഒരു ചാനലല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ള ചാനൽ അവർ കാണുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ ചാനൽ ചിലപ്പോൾ അവർക്ക് കാണാൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. കാരണം അറിയുന്ന ഒരാളുടെ ചാനൽ ഇവനെന്ത് ഉരുട്ടാനാ അങ്ങനെയുള്ള ചിന്തയിൽ ചിലപ്പോൾ അവർ കാണില്ലായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് പേരോട് നമ്മൾ ചെന്ന് അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കരുത്. നമ്മുടെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടു വരികയാണെങ്കിൽ വരട്ടെ. അപ്പോൾ അവരുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഒരിക്കലും ഇങ്ങനെ പുറകെ ചെന്നുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിൽ തന്നെ ചെറിയൊരു ദോഷം വരും. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോസൊന്നും ഇഷ്ടമായില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ട് കമൻറ്റുകൾ ചെയ്യും. അപ്പോൾ ആ കമൻറ്റുകൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാനും അതിന് നമ്മൾ അവരായിട്ട് വഴക്കടിക്കാനും ഒന്നും പോകരുത്. അത് അവർ ചെയ്യുക, അവർ അതിൽ കമൻ്റ് ഇടുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്കത് ഒരു പ്രത്യേക താല്പര്യം അവരുടെ ഉള്ളിൽ വളർത്തിയില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ആ രീതിയിൽ കാണുക. അവരിട്ടോട്ടെ, കുഴപ്പമില്ല, അതിന് നമ്മൾ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കണ്ട, അതങ്ങനെ കിടന്നോട്ടെ, അങ്ങനെ വിചാരിക്കണം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള
ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് കയറി പോകാൻ സാധിക്കും. എനിക്ക് യൂട്യൂബ് ടിപ്സിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാനിപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആയപ്പോൾ അതിന് പറഞ്ഞു തരുന്നതാണ് എനിക്ക് അറിയാവുന്ന ചെറിയ കാര്യങ്ങൾ. അപ്പം അങ്ങനെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും വളരാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി യൂട്യൂബ് ചാനലിനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം എൻ്റെ ചാനലിൽ വലിയ വ്യൂസ് ഇല്ല. അതൊരു സംഭവം തന്നെയാണ്. വ്യൂസ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അതങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അടുത്ത വീഡിയോ ചെയ്ത് അടിപൊളിയാക്കാം. അപ്പം അതിന് വ്യൂസ് ഇല്ലാണ്ട് വരും ചിലപ്പോൾ. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുക. അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ചാനൽ വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങൾ നമ്മൾ മുന്നോട്ട് തന്നെ വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് യൂട്യൂബ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതലും ചേർത്ത് പിടിക്കും. നമ്മളെ കൂടുതൽ സന്തോഷത്തോടുകൂടി നമ്മുടെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരും. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഒരു മൊബൈൽ മതി, ഒരു മെയിൽ ID വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് തുടങ്ങ്. എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം എൻ്റെ കുറച്ച് അറിവുകൾ വെച്ചായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അടിപൊളിയാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം എൻ്റെ ഈ കൊച്ചു സന്തോഷം ഞാൻ അറിയിക്കുകയായിരുന്നു മോണിറ്റൈസേഷൻ ആയെന്നുള്ളത്. അപ്പം എല്ലാവരോടും സ്നേഹം, നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോണിറ്റൈസേഷൻ ആയതിൽ. ഒരുപാട് സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ആ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ആ ക്രൈറ്റീരിയയിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ട് വന്നത്. ഒരുപാട് നന്ദി. സ്നേഹം. അപ്പം എല്ലാവരോടും സ്നേഹം. നമുക്ക് വീണ്ടും കാണാം. പനിയുടെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇതിൽ ഇത്തിരി വിശ്രമം ആവശ്യമാണ്. അപ്പം എല്ലാവർക്കും നന്ദി, സ്നേഹം. മോണിറ്റൈസേഷൻ ആയാലും നന്ദി, വീണ്ടും നന്ദി. അപ്പോൾ വീണ്ടും കാണാട്ടാ. ഒരു പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.